ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ നല്ല പണികളാണ്. രണ്ടുപേരും ഇന്ന് ക്ലാസ്സിൽ പോയില്ല, അപ്പോൾ രണ്ടുപേരും ഉണ്ട്. ആ കൂടെ 2 ദിവസത്തെ തുണി കഴുകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകാനിടാന്ന് ഓർത്ത് എല്ലാ തുണിയും എടുത്ത് പുറത്തോട്ട് ഇട്ട്. അപ്പോഴേക്കും കണ്ണപ്പൻ ചെരുപ്പ് കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ചെരുപ്പ് തപ്പലായിരുന്നു എൻ്റെ അടുത്ത പണി. അതൊക്കെ ഒരു കണക്കിന് തപ്പി പിടിച്ച് എവിടെ നോക്കിയോ കിട്ടി. ഇനി തുണിയെല്ലാം മുക്കിയിട്ട് അത് കഴുകിയിട്ടിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട്. ഇവർ രാവിലെ സ്കൂളിൽ പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് പണി കൂടില്ല, എൻ്റെ പുറകെ ഈ നടപ്പായിക്കോളൂ രണ്ടും കൂടി. അപ്പോൾ ഞാൻ തുണി കഴുകാനായിട്ടുള്ള ഓസൊക്കെ കുത്തി വെള്ളം എടുക്കുവാണേ. തുണിയൊക്കെ പുറത്തിട്ട് കഴുകണത്. ഞങ്ങൾ വാഷിംഗ് മെഷീനിലല്ല കഴുകണേ, പുറത്ത് കല്ലിൽ അലക്കണേ. അപ്പം ഞാൻ ആദ്യം തന്നെ തുണി മുക്കിയിടാനായിട്ട് വെള്ളം പിടിച്ചു നോക്കും. അപ്പോൾ കൂടെ കണ്ണപ്പനും വന്ന് അവനാണെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഓടിയെത്തും. അവനത് ഇങ്ങനെ പതിപ്പിച്ച് ബബിൾസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ എല്ലാവരും ഡ്രസ്സും കൊണ്ടായാലും മുക്കിയിട്ട് കുറച്ച് നേരം അത് മുക്കി അവിടെ വെച്ചിട്ട് കഴുകുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെളി പോകത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാനായിട്ട് ചൂലെടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പം എൻ്റെ പുറകെ നടക്കുക ഇതുങ്ങളുടെ പണി. പിന്നെ അകത്ത് കയറത്തില്ല. അതേ ഞാൻ അടിക്കണ പുറകെയൊക്കെ എൻ്റെ പുറകെ നടക്കുക. വട്ടം കറങ്ങി നടക്കും. അന്ന് എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല, എൻ്റെ പുറകെ തന്നെ ഈ നടപ്പായിക്കോള്. അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട്. അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഒരു പുല്ലുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറക്കി കളഞ്ഞു. അപ്പോൾ എൻ്റെ പുറകെ കണ്ണപ്പനും നടക്കും കേട്ടോ. അമ്മൂസുമാണ് എനിക്കിന്ന് വീഡിയോ പിടിച്ച് തന്നെ. ഞാനപ്പോൾ അവിടെ മൊത്തത്തിൽ അടിച്ച് കളഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട്. അപ്പോൾ കണ്ണപ്പൻ എൻ്റെ പുറകെ തന്നെയുണ്ട്, അവനെന്ത് ചെയ്താൽ മാറത്തില്ല. പിന്നെ ഞാൻ അതൊക്കെ അടിച്ചു വാരി ആ റോഡിന് അപ്പുറം കൊണ്ടുപോയിട്ടാണ് കത്തിക്കണേ. അതെല്ലാം അവിടെ കൊണ്ടുപോയി കളഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുണി അലക്കിയിടാൻ. തുണി അലക്കിയിട്ട് വേണം അകത്തോട്ട് കയറണമെങ്കിൽ. ഇനി എല്ലാത്തിനും വെള്ളം ഒഴിക്കാണ്ട്. ഈ വെള്ളം ഒഴിക്കൽ കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട്. രാവിലെ തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് വാടി കരിഞ്ഞു വെക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാത്തിനും വെള്ളം ഒഴിക്കും. വാഴയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച് കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ കോവലായാലും മുറിച്ച് നിർത്തിയേക്കും. അതിന് പുതിയ കിളിന്തു തന്നെ, അപ്പോൾ അതുവരെ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാത്തിനും വെള്ളം ഒഴിക്കുക. ഇവിടെ 2-3 ചെടികളല്ല, അധികം ചെടിയൊന്നും ഇല്ലട്ടെ ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാത്തിനും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിയൊക്കെ തീർന്നല്ലോ. അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും എല്ലാം വാടി. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ഇനി നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.